നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ള രാജാവിൻ്റെ ധർമ്മത്തെ വ്യാസൻ്റെയും കൃഷ്ണൻ്റെയും അനുജന്മാരുടെയും ഒക്കെ ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് ഭംഗിയായി നടത്തിപ്പോരുകയാണ്. അത് നമ്മൾ ആശ്വമേധിക പർവ്വത്തിൽ നേരിട്ട് കണ്ടു. അത് കഴിഞ്ഞതായിപ്പോൾ ആശ്രമവാസിക പർവ്വത്തിലേക്ക് വരികയാണ്. ധൃതരാഷ്ട്രൻ തൻ്റെ പത്നിയായിരിക്കുന്ന ഗാന്ധാരിയോടൊപ്പം തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാനനത്തിലേക്ക് പുറപ്പെടുകയാണ്. ആശ്രമം അവിടെ നിർമ്മിച്ച് അവിടെ വസിക്കുക, അവിടെ തപസ് ചെയ്യുക, അങ്ങനെ ദുഃഖങ്ങൾക്കെല്ലാം അറുതി വരുത്തുക. ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അമിതമായ ലാഭം കൊതിച്ചിട്ട് സമ്പൂർണമായ നഷ്ടം വരുത്തിവെച്ച ജീവിതമാണ് ധൃതരാഷ്ട്രൻ്റേത്. അത് അദ്ദേഹത്തെ ഒരു പ്രകാരത്തിലും സമാധാനമായി ഒരു നിമിഷം പോലും ഇരിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആശ്രമത്തിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആശ്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ആളുകൾക്കും യുദ്ധത്തിൽ മരിച്ചുപോയ തൻ്റെ വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും വേണ്ടിയിട്ട് ശ്രാദ്ധം ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുള്ളതായ സൗകര്യങ്ങൾ ഇവിടെ ഈ നാട്ടിൽ തന്നെയാണുള്ളത്. വിധിപ്രകാരം ശ്രാദ്ധം ചെയ്യണം എന്ന് മാത്രമല്ല, ആ ശ്രാദ്ധത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ അത് കഴിഞ്ഞിട്ടും എല്ലാവർക്കും പരിധിയില്ലാത്തതായ സമ്പത്ത് ദാനം ചെയ്യുകയും വേണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിനുവേണ്ടിയുള്ള സമ്പത്ത് എവിടെയിരിക്കുന്നു? പണ്ട് സർവ്വസമ്പത്തും തൻ്റേതായിരുന്നു. അന്നാണ് താൻ യുദ്ധത്തെ ക്ഷണിച്ചു വരുത്തിയത്. അങ്ങനെ ഒന്നും തൻ്റേതല്ലാതായി മാറി. ഇപ്പോൾ അതിന് യഥാർത്ഥ അവകാശി, നിയമപരമായിട്ടുള്ള അവകാശി വേറെയുണ്ട്. അത് തൻ്റെ പുത്രൻ തന്നെ, പാണ്ഡുവിൻ്റെ മകൻ യുധിഷ്ഠിരൻ. അതുകൊണ്ട് സമ്പത്ത് യുധിഷ്ഠിരനോട് ചോദിക്കണം. ചോദിച്ചാൽ യുധിഷ്ഠിരൻ തരും എന്നറിയാം. എങ്കിലും അത് ചോദിച്ചേ പറ്റൂ. എന്ന് മാത്രമല്ല, അതിനകത്ത് ചില അപസ്വരങ്ങൾ ഉണ്ടാകുമെന്നും അറിയാം. ഭീമസേനൻ അത് അങ്ങനെ എളുപ്പത്തിൽ അംഗീകരിച്ചു എന്ന് വരില്ല. ഇതിനകം തന്നെ പല സന്ദർഭങ്ങളിൽ ഭീമസേനൻ തന്നോട് വിപരീതമായി പെരുമാറിയിട്ടുണ്ട്. ജ്യേഷ്ഠനറിയാതെ അങ്ങനെ പലതും പെരുമാറിയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ എങ്ങനെയോ ജ്യേഷ്ഠൻ അറിഞ്ഞിട്ട് ജ്യേഷ്ഠൻ ഭീമനെ ശാസിച്ചിട്ടുമുണ്ട്. ജ്യേഷ്ഠന്റെ ശാസനത്തിൽ നിൽക്കും ഭീമൻ. എങ്കിലും ചില അവസരങ്ങളിൽ ഒരല്പമൊക്കെ പരിധി വിട്ടും പോകും. മറ്റനുജന്മാരങ്ങനെയല്ല. അവരെല്ലാം പൂർണ്ണമായിട്ട് നേരത്തെ തങ്ങളുടെ നേരെ നടന്നതായ ആ അത്യാചാരങ്ങളെല്ലാം മറന്ന് ആ വല്യച്ഛനോട് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി തന്നെ പെരുമാറും. അപ്പോൾ സമ്പത്ത് ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറുതല്ല അത്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ട് അതിനേറ്റവും പറ്റിയതായ ഒരു ദൂതനെ അയക്കാമെന്ന് കരുതി. ആ ദൂതൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡവന്മാർക്കും ഏറ്റവും വിശ്വാസമുള്ള പാണ്ഡവന്മാരുടെ ഇളയച്ഛനായിരിക്കുന്ന വിതുരനെ തന്നെ അങ്ങോട്ട് അയക്കുക, തൻ്റെ ഈ ആഗ്രഹം പുരസ്കരിച്ചിട്ട് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇത് ആശ്രമവാസിക പർവ്വത്തിലെ 11ാമത് അധ്യായമാണ്. തതോ രജന്യാം വ്യുഷ്ഠായാം ധൃതരാഷ്ട്രോംബികാസുതഃ. അംബികയുടെ മകനായിരിക്കും ധൃതരാഷ്ട്രൻ രാത്രി കഴിഞ്ഞ് നേരം പുലർന്നു കഴിഞ്ഞപ്പോഴേക്കും
വിതുരനെ വിളിച്ചു വരുത്തി. എന്നിട്ട് വിതുരന് നിർദ്ദേശങ്ങൾ കൊടുത്തു എന്താണ് ചെയ്യേണ്ടത് എന്ന്. മഹാരാജാവായിരിക്കുന്ന യുധിഷ്ഠിരന്റെ സമീപത്ത് ചെല്ലണം, യുധിഷ്ഠിരനോട് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം അറിയിക്കണം. എന്തൊക്കെയാ പറയേണ്ടത് എല്ലാം പറഞ്ഞയച്ചു. വിതുരം പ്രേഷയാമാസ യുധിഷ്ഠിര നിവേശനം. യുധിഷ്ഠിരൻ പാർക്കുന്നതായ കൊട്ടാരത്തിലേക്ക് തൻ്റെ അനുജനായിരിക്കുന്ന, തൻ്റെ മന്ത്രിയായിരിക്കുന്ന വിതുരനെ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞയച്ചു. ജ്യേഷ്ഠൻ്റെ കൽപ്പനയനുസരിച്ചിട്ട് വിതുരൻ അവിടെ നിന്ന് നേരെ മഹാരാജാവായ യുധിഷ്ഠിരന്റെ മുന്നിലേക്ക് ചെന്നു. സഗത്വാ രാജവചനാത് ഉവാചാച്യുതമീശ്വരം. മഹാരാജാവായിരിക്കുന്ന ധൃതരാഷ്ട്രന്റെ കൽപ്പന അനുസരിച്ചിട്ട് വിതുരൻ നേരെ ആ യാതൊരു പതനവുമില്ലാത്ത പരമധാർമ്മികനായിരിക്കുന്ന ആ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ സമീപത്ത് എന്നിട്ട് യുധിഷ്ഠിരം മഹാതേജസ്വിയായിരിക്കുന്ന യുധിഷ്ഠിരന്റെ സമീപത്ത് എന്നിട്ട് ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന വിതുരൻ കാര്യങ്ങളെല്ലാം ഉണർത്തിക്കുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? ധൃതരാഷ്ട്രോ മഹാരാജോ വനവാസായ ദീക്ഷിത. മഹാരാജാവായ ധൃതരാഷ്ട്രൻ വനവാസത്തിനു വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു, അതിനുള്ള ദീക്ഷയെ കൈക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതാർക്കും ആ തീരുമാനത്തിൽ നിന്നിട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായി ആവില്ല. എല്ലാം ചിന്തിച്ച് അറിഞ്ഞ് അദ്ദേഹം എടുത്ത തീരുമാനമാണ്. പത്നിയായിരിക്കുന്ന ഗാന്ധാരിയോടൊപ്പം കാനനത്തിലേക്ക് പോയി അവിടെ ചെന്ന് തപസ് ചെയ്യുക എന്നുള്ളത്. എപ്പോഴാണ് പോവേണ്ടത്, എന്നാ പോവേണ്ടത്, അതും അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗമിഷ്യതി വനം രാജൻ അഗതാം കാർത്തികീമിമാം. ഈ വരുന്ന കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ അദ്ദേഹം കാനനത്തിലേക്ക് പുറപ്പെടാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കാട്ടിലേക്ക് പുറപ്പെടുമ്പോഴേക്കും സത്വാം കുരുകുല ശ്രേഷ്ഠ കിഞ്ചിതർത്ഥമഭീപ്സതി. അല്ലയോ കുരുകുലത്തിന് ശ്രേഷ്ഠനായിരിക്കുന്ന, കുരുകുല ചക്രവർത്തിയായിരിക്കുന്ന, എല്ലാവർക്കും ആദരണീയനായിരിക്കുന്ന അല്ലയോ മഹാരാജാവേ, ഇതിനു വേണ്ടിയിട്ട് കാനനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അല്പം പണം അദ്ദേഹം അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, അങ്ങയോട് ചോദിക്കുന്നു. അങ്ങ് അദ്ദേഹത്തിന് അല്പം സമ്പത്ത് നൽകണം. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധമിച്ഛതി ദാതും സ ഗാംഗേയസ്യ മഹാത്മനഃ. മഹാത്മാവായിരിക്കുന്ന ഗംഗാദത്തന്, ഭീഷ്മന് ശ്രാദ്ധം നടത്താൻ ആഗ്രഹിക്കുന്നു. അത് പിതൃ ഋണമാണ്. ഏതൊരു മനുഷ്യനും അനേകം ഋണങ്ങളോട് കൂടിയിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുക. ആ ഋണങ്ങളെല്ലാം തന്നെ വീട്ടണം. ഋണം, കടം, ആ കടങ്ങളെല്ലാം തീർക്കണം. ആ ഋണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പിതൃ ഋണം. ആ പിതൃ ഋണം ഭീഷ്മനോടുണ്ട്. അദ്ദേഹം പിതൃസ്ഥാനത്ത് നിൽക്കുന്നു. ധൃതരാഷ്ട്രന് മനസ്സിൽ ചിന്തയുണ്ട്. സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മനെ മൃത്യുവിലേക്ക് നയിക്കാൻ താനാണ് മുഖ്യ കാരണം എന്ന് അദ്ദേഹത്തിന് അറിയാം. യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഭീഷ്മൻ അപ്പോൾ കാലഗതി പ്രാപിക്കുമായിരുന്നില്ല. അത് മുഴുവൻ ആ യുദ്ധത്തിലുണ്ടായ സകല വിപത്തുകളുടെയും അടിസ്ഥാന കാരണം, യുദ്ധം ഒഴിവാക്കാൻ ശേഷിയുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് താനാണ്. താൻ തന്നെ അതിന് അടിസ്ഥാന കാരണം എന്നോർത്ത്, ആ ദുഃഖങ്ങൾക്ക് അടിസ്ഥാന കാരണമെന്നോർത്ത് ആ പാപമെല്ലാം വീഴണം. അദ്ദേഹത്തിന് ഭീഷ്മ പിതാവിന് യഥായോഗ്യം ശ്രാദ്ധം നടത്തണം എന്ന് മാത്രമല്ല, ആചാര്യനായിരിക്കുന്ന ദ്രോണന് ശ്രാദ്ധം നടത്തണം. ദ്രോണന്റെ പുത്രനും കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ശരിയായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തനിക്കും ചുമതലയുണ്ട്.
അങ്ങനെ ദ്രോണസ്യ സോമദത്തസ്യ ബാൽഹീകസ്യ ച ധീമതഃ അവർക്കെല്ലാവർക്കും ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം എന്ന് മാത്രമല്ല പുത്രാണാം ചൈവ സർവേഷാം ഏചാന്യേ സുഹൃദോ ഹതാഃ ഏതൊക്കെ സുഹൃത്തുക്കളാണോ കൊല്ലപ്പെട്ടത് അവർക്കെല്ലാവർക്കും ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം. അവരുടെ ആത്മാവിന് മോചനം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ആചാര്യന്മാർ ആയിരത്താണ്ടുകളായിട്ട് ശില്പം ചെയ്തു വച്ചിരിക്കുന്നതായ പവിത്ര കർമ്മങ്ങളാണതെല്ലാം. അത് അനുഷ്ഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ തൻ്റെ പുത്രന്മാർ 100 പേർ അവരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവർക്കും ഈ മരണാനന്തര ശ്രാദ്ധകർമാദികൾ എല്ലാം ഭംഗിയായി ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്ന് മാത്രമല്ല, അല്ലയോ മഹാരാജാവേ, അങ്ങയ്ക്ക് സമ്മതമാണെങ്കിൽ ഒരാൾക്ക് ശ്രാദ്ധം ചെയ്യുന്ന കാര്യം മാത്രം രാജാവിൻ്റെ സമ്മതം ചോദിച്ചിട്ടാണ് ധൃതരാഷ്ട്രൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. മുമ്പ് എല്ലാ കാര്യത്തിനും പാണ്ഡവന്മാർ ധൃതരാഷ്ട്രന്റെ സമ്മതം ചോദിച്ചിരുന്നു. ഇപ്പോഴിതാ ധൃതരാഷ്ട്രൻ പാണ്ഡവരുടെ സമ്മതം ചോദിക്കുകയാണ്, രാജാവായ യുധിഷ്ഠിരന്റെ സമ്മതം ചോദിക്കുകയാണ്. ഇതാണ് രാജത്വത്തിന്റെ അധികാരത്തിന്റെ പ്രത്യേകത. യതി ജാപ്യനുജാനീഷേ സൈന്ധവാപസദസ്യ ച അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ വളരെയേറെ ക്രൂരകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവനായ ദുഷ്ടനായ ആ സൈന്ധവന് ജയദ്രഥനും ശ്രാദ്ധം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രാദ്ധകർമ്മങ്ങൾക്ക് ചെയ്യാനായിട്ട് സമ്പത്ത് വേണം. അതുമായി ബന്ധിച്ചിട്ട് ദാനധർമാദികൾ ചെയ്യണം. അതിനും സമ്പത്ത് വേണം. അതുകൊണ്ട് അല്ലയോ മഹാരാജാവേ, അതിനു വേണ്ടിയിട്ടുള്ളതായ സമ്പത്ത് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങ് തന്നാലും. ഇങ്ങനെ വിതുരൻ ധൃതരാഷ്ട്രന്റെ അഭ്യർത്ഥനയെ യുധിഷ്ഠിരനെ കേൾപ്പിക്കുമ്പോൾ അനുജന്മാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് വിതുരൻ ഇക്കാര്യം അറിയിക്കുന്നത്. ഏതശ്രുത്വാതു വചനം വിതുരസ്യ യുധിഷ്ഠിരഃ വിതുരന്റെ ഈ വാക്ക് കേട്ട ആ യുധിഷ്ഠിര മഹാരാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃഷ്ട സംപൂജയാമാസ ഗുഡാകേശശ്ച പാണ്ഡവഃ വളരെയേറെ സന്തോഷിച്ചു അദ്ദേഹം. എന്നിട്ട് അതിനെ അംഗീകരിച്ചു. ആ വാക്കുകളെ, ആ നിർദ്ദേശത്തെ പൂജ ചെയ്തു, അംഗീകരിച്ചു, ബഹുമാനിച്ചു. എന്ന് മാത്രമല്ല, പാണ്ഡവനായിരിക്കുന്ന അർജുനനും ഇങ്ങനെ വലിയച്ഛൻ്റെ ഈ വാക്കുകളെ, വലിയച്ഛൻ പറയുന്നത് പ്രാർത്ഥനയുടെ രൂപത്തിലാണ്, അഭ്യർത്ഥനയുടെ രൂപത്തിലാണ്. പക്ഷേ യുധിഷ്ഠിരനും അർജുനനും ഒക്കെ അത് ആജ്ഞയായിട്ടാണ് സ്വീകരിക്കുന്നത്. കാരണം വലിയച്ഛൻ ഒരിക്കലും തങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ആജ്ഞാപിക്കണം. ആ ആജ്ഞയെ അനുസരിക്കാൻ ഞങ്ങൾ മക്കൾ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ ഗുഡാകേശനായിരിക്കുന്ന ആ പാണ്ഡവനും അർജുനനും വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട്, ആദരവോടു കൂടിയിട്ട് ധൃതരാഷ്ട്രന്റെ ആ വാക്കുകളെ സ്വീകരിച്ചു. ഇവിടെ വിതുരൻ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? തന്നിൽ ഈശ്വരൻ ഏൽപ്പിച്ചിരിക്കുന്നതായ ചുമതല ഓർമ്മ വെച്ച നാള് മുതൽ ഇന്നോളം ചെയ്തു വരുന്നു. എന്നെല്ലാം സംഭവ കോലാഹലങ്ങളാണ് അവിടെ നടന്നത്. ഹസ്തിനാപുരത്ത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ചെന്നത് നിന്നു. ആ അവസരങ്ങളിലെല്ലാം ആ ദുഃഖ സംഭവങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിതുരൻ നല്ലവണ്ണം കിണഞ്ഞു പരിശ്രമിച്ചു. ഭഗവൻ നാമത്തിൽ ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. യുദ്ധം നടന്നാൽ വിതുരൻ എന്ത് ലാഭം, യുദ്ധം നടന്നില്ലെങ്കിൽ എന്ത് ലാഭം? അതേപോലെ യുദ്ധം നടന്നാലും നടന്നില്ലെങ്കിലും വിതുരന് വ്യക്തിപരമായി എന്ത് നഷ്ടം? വിതുരൻ ആയുധമെടുത്ത് പോരാടുന്നയാളല്ല. വിതുരന്റെ മക്കളും അങ്ങനെയാണെന്ന് മഹാഭാരതത്തിൽ എങ്ങും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ യാതൊരു ലാഭനഷ്ടങ്ങളും ഭൗതികമായി വിതുരന് ഇതിൽ ഇല്ല. എന്നിട്ടും നരഹത്യ ഉണ്ടാകാതിരിക്കാനും കലഹമുണ്ടാകാതിരിക്കാനും തേന തെക്തേന ഭുഞ്ചീധ എന്ന ഈശാവാസ്യ മന്ത്രത്തിന്റെ നിർദ്ദേശം അതേപോലെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ബന്ധപ്പെട്ടവർ കേട്ടാലും കേട്ടില്ലെങ്കിലും അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും തന്നെ നിന്ദിച്ചാലും തന്നെ പുച്ഛിച്ചാലും തന്നെ
തട്ടി ദൂരേക്കെറിഞ്ഞാലും താൻ പറയാനുള്ളത്, ഉപദേശിക്കാനുള്ളത് മസൃണമായ വാക്കുകൾ കൊണ്ട്, ബഹുമാനം നിറഞ്ഞ വാക്കുകൾ കൊണ്ട്, എന്നാൽ ദൃഢമായ വാക്കുകൾ കൊണ്ട് പറയുക തന്നെ ചെയ്യും എന്നിങ്ങനെ ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ആ വിതുരൻ. ഇതാണ് ത്യാഗം. ലാഭസങ്കല്പമില്ലാതെ, താൻ ചെയ്യുന്നു എന്നുള്ള അഹന്തയില്ലാതെ, പരിപൂർണമായിട്ടും ലോകഹിതാർത്ഥമായിട്ട് ഒരു ഫലവും പ്രതീക്ഷിക്കാതെയുള്ളതായ ആ പ്രവൃത്തി, അതാണ് ത്യാഗം. ഈ പ്രകാരത്തിലുള്ളതായ സ്വഭാവം അത് ഉദാത്തമായിരിക്കുന്ന ദൈവീ സമ്പത്താണ്. അതാണ് വ്യാസഭഗവാൻ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ നമ്മെ കേൾപ്പിക്കുന്നത്. ഇനിയും ഈ ത്യാഗത്തെക്കുറിച്ച്, ഈ സംഭവം, വിതുരൻ്റെ ഈ കഥ, അത് നമുക്ക് അല്പം കൂടി കേൾക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ലക്ഷണത്തിലേക്ക്, ദൈവീ സമ്പത്തിലേക്ക് നാം കടക്കും. നാളെ രാത്രി 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം.